സാൽമൺ എന്ന് പറഞ്ഞ ഇതിലേക്ക് അപ്പൊ എങ്ങനെ എത്തി? ഒരു റിയൽ പേഴ്സന്റെ കഥയല്ലേ? റിയൽ പേഴ്സൺ അല്ല, ബട്ട് ഇറ്റ്സ് എ ഫിക്ടിഷ്യസ് ക്യാരക്ടർ. പക്ഷെ എന്നാലും ഒരു റിയൽ നോർമൽ ഒരു ദുബായിൽ ഒരു ഭയങ്കര ഒരു പണക്കാര ഫാമിലിയോ അല്ലെങ്കിൽ whatever. അപ്പൊ ഒരു സർട്ടൻ ഒരു സ്വാഗർ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് മാസ്, ഇറ്റ്സ് നോട്ട് എന്താ പറയാ ഒരു ഭയങ്കര ഒരു സ്റ്റൈലിഷ്, പക്ഷെ അയാളുടെ ഒരു സ്റ്റൈൽ, അയാളൊരു ഭയങ്കര ഒരു ലൈഫ് എൻജോയ് ചെയ്യുന്ന, മ്യൂസിക് എൻജോയ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ ഇറ്റ്സ് നോട്ട് വെരി ഡിഫിക്കൽട്ട്, പക്ഷെ എന്നാൽ അതിന്റെ ഒരു ബൗണ്ടറീസ് എന്താണെന്നുള്ളത്. ഇപ്പൊ മറ്റേതൊരു ഗ്രാമീണത ഇങ്ങനെയുണ്ട്, മറ്റേതൊരു പോലീസാണ്, ഇതുണ്ട്. ഇതിപ്പോ ഒരു നോർമൽ ക്യാരക്ടർ. പക്ഷെ ഇയാളുടെ എത്ര വരെ നമ്മളാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഡയറക്ടറിന്റെ ഒരു ഹെൽപ്പിൽ നമ്മൾ തീരുമാനിക്കണം എത്ര വരെ ഇയാള് ജോളിയാണ്, അല്ലെങ്കിൽ എത്ര വരെ ഇയാള് സീരിയസ് ആണ്, അല്ലെങ്കിൽ എത്ര വരെ അയാളുടെ മോളുടെ കൂടെ കളിക്കും. അതൊക്കെ ലൈക്ക് വെരി പെക്യൂലിയർ തിങ്. അപ്പൊ ഈ മൂവി എന്ന് പറയുന്നത് ഇതൊരു 7 ലാംഗ്വേജസിൽ വരണ്ട്. ഇപ്പൊ ഈ സാൽമൺ dubbed in all the other languages. മെയിൻ ഷൂട്ട് ചെയ്തത് തമിഴിലാണ്. ഇത് മെയിൻ ഐ തിങ്ക് ഷലീൽ ഇനീഷ്യലി പ്ലാൻ ചെയ്തത് എന്താണ് മലയാളത്തിലായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ മലയാളം എന്താണ് ചെയ്താൽ എന്റെ ഒരു ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ എന്റെ ആ ഒരു ഇത് ചിലപ്പോ സെറ്റ് ആയില്ല എന്ന് വരാം. അപ്പൊ അതിലൊരു റിസ്ക് എടുക്കാൻ ഇപ്പൊ ഞാൻ തുടങ്ങി വരുന്ന അങ്ങനെ അത് ഓക്കെ എന്നാ തമിഴിലേക്ക് ഷൂട്ട് ചെയ്യാന്നുള്ള പോലെ അങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പൊ ആ ഒരു കാര്യം കാരണമാണോ ഞാൻ തമിഴ് ട്രെയിലർ കണ്ടപ്പോ വിജുവിന്റെ ശബ്ദം തന്നെ, മലയാളം ട്രെയിലർ കണ്ടപ്പോ വിജുവിന്റെ ശബ്ദമല്ല. അപ്പൊ അത് മലയാളത്തിൽ വിജു അല്ല ഡബ് ചെയ്തത്. മലയാളത്തിൽ ഞാൻ ഡബ് ചെയ്തു. ഇല്ലേ, മലയാളത്തിൽ ഡബ് ചെയ്തില്ല. ഇല്ല, തമിഴിൽ ഡബ് ചെയ്തു. തമിഴ് മാത്രമേ ഡബ് ചെയ്തുള്ളൂ. അപ്പൊ അതും അതെ, ഇങ്ങനെ ഒരു കാരണമായിരിക്കും അല്ലേ? അത് ഞങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കട്ടെ. വിജു ഇനി മലയാളത്തിൽ തീരുമാനിക്കാം. വിജുവിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്, ഇതുവരെ ചെയ്ത മൂവീസ് എല്ലാം ചെയ്തപ്പോഴും നോർമൽ മൂവി, ഇതൊരു 3D മൂവി. അപ്പൊ അതിന്റേതായിട്ടുള്ള എന്തെങ്കിലും പെർഫോമൻസ് സൈഡിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് വലിയ വ്യത്യാസമില്ല. അവർ യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ സൈഡിലുള്ള കാര്യങ്ങളാണ്. പിന്നെ മേ ബി ചില സീൻസ് ഫോർ 3D നമ്മൾ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ. പക്ഷെ അല്ലെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഇറ്റ് ഈസ് അബൌട്ട് ദാറ്റ് സെയിം തിങ്, ലൈക്ക് സ്ക്രിപ്റ്റ് ഡയലോഗ്സോ സീൻ ഇമോഷൻസ് ആൻഡ് കാര്യങ്ങളൊക്കെ. ഞാൻ സിംഗിങ്ങിൽ തന്നെ ഒന്ന് തെളിഞ്ഞു വരാൻ ഒരു 7-8 വർഷമായി മലയാളത്തില്. തമിഴിൽ പിന്നെയും കുറച്ചുകൂടെ നേരത്തെ ബ്രേക്സ് കിട്ടി. പക്ഷെ ഇതിലും എനിക്കറിയാം ഐ എം സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച് എന്നുള്ളത്. അപ്പൊ എന്റെ ഒരു പേരുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും സിനിമ കാണണമെന്നില്ല, എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടാലും എന്റെ പേര് കാരണം ഈ സിനിമ ഓടണമെന്നൊന്നുമില്ല. പക്ഷെ ലൈക്ക് ബിക്കോസ് ഐ എം എ ന്യൂ ആക്ടർ ആൻഡ് അതിന്റെ ഗ്രോത്ത് എന്താണ്, അതിനൊരു സർട്ടൻ സമയം എടുക്കും എന്ന് എനിക്കറിയാം. ഇപ്പൊ ഇതിനകത്ത് തന്നെ ഈ മൂവിയുടെ തന്നെ പാട്ട് റിലീസായത് വിജു ആക്ട് ചെയ്യണു, പക്ഷെ സിദ് ശ്രീറാമാണ് പാട്ട് പാടിയിരിക്കുന്നത്. അപ്പൊ അതെന്താ ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും എന്നെ കൊണ്ട് പാടിപ്പിക്കാൻ തയ്യാറല്ല. അവർക്ക് ഞാൻ പാടണ്ടെന്ന് വെച്ചോണ്ടാണ്. ചുമ്മാ അവരെ കളിയാക്കി ഞാൻ പറയും, നിങ്ങൾക്ക് ഞാൻ ഈ പാട്ടൊക്കെ പാടിയാലും പോലും നിങ്ങൾ, പക്ഷെ ഞാൻ പിന്നെ പറഞ്ഞു നിങ്ങൾ തീരുമാനിച്ചോളൂ എന്താന്ന് വെച്ചാൽ.